മഴ മുന്നറിയിപ്പുകൾ പുതിയത് വരുന്നു. അതോടൊപ്പം തന്നെ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. കൊച്ചിയിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഒക്കെ അത് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. തൃശ്ശൂരിലും സമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് പുതുതായി വരുന്ന വിവരങ്ങൾ. തൃശ്ശൂരിൽ കനത്ത മഴ തുടരുന്നു. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറിയതോടെ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. രോഗികളെ തൽക്കാലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മഴയിൽ ആശുപത്രിയിൽ വെള്ളം കയറി 3 കോടിയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സൂരജ്, ഇതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായി വരുന്ന വിവരമാണ് തൃപ്രയാറിലെ ഗതാഗത തടസ്സം, ഗതാഗത കുരുക്കുണ്ടായിട്ടുണ്ട് എന്നത്. എന്തൊക്കെയാണ് തൃശ്ശൂരിലെ നിലവിലെ സാഹചര്യം? ഗോപികൃഷ്ണൻ, തൃശൂർ നഗരത്തിൽ ഇപ്പോൾ മഴ വിട്ടു നിൽക്കുകയാണ്. എന്നാൽ പോലും ഈ ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ കനത്ത മഴയാണ് തുടരുന്നത്. അങ്ങനെയാണ് തൃശൂർ തൃപ്രയാർ റൂട്ടിൽ ഈ ഗതാഗതം തടസ്സപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഗായത്രി ബസ് സ്റ്റോപ്പ്, അതുപോലെ തന്നെ പഴുവിൽ സെന്റർ, താന്യം, പെരിങ്ങോട്ടുകര, കിഴക്കേ നട എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ ഈ വെള്ളം കയറി പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇതോടുകൂടി തൃശ്ശൂരിൽ നിന്ന് ഈ തൃപ്രയാറിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള വാഹനങ്ങൾക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം പോലുമാണുള്ളത്. വലിയ രീതിയിൽ ഈ മേഖലയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു മരം തന്നെ ഈ മേഖലയിൽ താന്നിത്ത് ഒരു മരം തന്നെ ഈ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ ഈ മേഖലയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൃശ്ശൂരിന്റെ മലയോര മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിരപ്പള്ളിയിലെല്ലാം കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. തുമ്പൂർ മൊഴിയിൽ ഇന്ന് വലിയ മുളംകൂട്ടം ഈ കടപുഴകി വീണ ഏറെ നേരം ഈ മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ പലയിടങ്ങളിലായി മരം മറിഞ്ഞു വീണിട്ടുണ്ട് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഈ മരം മുറിച്ചു മാറ്റിയും ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ, ചെറുമരങ്ങളാണ് മറിഞ്ഞു വീണിട്ടുള്ളത്, വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നടപടികൾ അത് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. തൃശ്ശൂർ നഗരത്തിലാണ് ഈ മഴയുടെ ഭാഗമായിക്കൊണ്ട് വലിയ നാശനഷ്ടത്തിലേക്ക് ഇത്തവണയും കാര്യങ്ങൾ പോയത്. കഴിഞ്ഞ തവണ 3 കോടി രൂപയുടെ നാശനഷ്ടമായിരുന്നു ഈ അശ്വിനി ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അന്ന് ജില്ലാ ഭരണകൂടവും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം കോർപ്പറേഷൻ അടക്കം പറഞ്ഞിരുന്നത് അടിയന്തര നടപടികളിലേക്ക് പോകും. മഴക്കാല മുന്നൊരുക്ക ശുചീകരണങ്ങളിൽ വന്ന വീഴ്ച അത് പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തര കർമ്മ പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതെല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയ കാഴ്ചയാണ് തൃശ്ശൂരിൽ നമുക്ക് ഈ ഒറ്റ മഴയിൽ കാണാനാകുന്നത്. മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന മഴയിൽ തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വടക്കേ സ്റ്റാൻഡിലാണ് ഏറ്റവും അധികം രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്. തൊട്ടു പിന്നാലെ ഈ അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി. അങ്ങനെയാണ് ഈ അത്യാഹിത വിഭാഗം അടക്കം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. സൂരജ്, ഇപ്പോൾ കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയിലാണ് ജനജീവിതത്തെ സാരമായി അത് ബാധിച്ചിരിക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുകയാണ്. നമ്മൾ ഇടവപ്പാതി മഴ എന്ന് വിളിക്കുന്ന മഴ എത്തുകയാണ്. അപ്പോഴും കേരളത്തിന്റെ സ്ഥിതി ഇതുപോലെയാണ് തുടരുന്നതെങ്കിൽ അത് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കും. പ്രളയ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന ആശങ്ക പോലും നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. ഒരു ഒറ്റ രാത്രിയിലെ മഴ കൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം നഗരപ്രദേശങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഗതാഗത തടസ്സമുണ്ടാക്കുന്ന പ്രതിസന്ധി ഇതിനോടൊപ്പമുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഹൈക്കോടതി പറഞ്ഞതുപോലെ ഉച്ചിയിൽ വെള്ളം വീഴുമ്പോഴല്ല അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ. ജനജീവിതത്തിന് സംരക്ഷണം ഉറപ്പാക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വത്തിൽ നിന്നും അധികൃതർക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.